ഇസ്ലാമിൻ്റെ അടിത്തറയും കാതലുമായി പഠിപ്പിക്കപ്പെട്ട ആരാധനയുടെ ഏറ്റവും മർമ്മമായിട്ടുള്ള പ്രാർത്ഥന അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ നിർവഹിക്കപ്പെടാവൂ. ആ പ്രാർത്ഥനയുടെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ട അടയാളങ്ങൾ ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ, ഒരു വ്യക്തിയുടെ, ഒരു വസ്തുവിൻ്റെ മുമ്പിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പാപമായി വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ഷിർക്കായി മാറും. നമ്മുടെ ജീവിതത്തെ നരകത്തിൽ ശാശ്വതമാക്കാൻ അത് കാരണമാകും. അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ നമ്മൾ ധാരാളം കേട്ടുകഴിഞ്ഞു. വിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസമാണ് ആ ആയത്തുകളിലൂടെ മുഴങ്ങിക്കേട്ടത്. പ്രാർത്ഥന എന്നത് തമാശയായി അതല്ലെങ്കിൽ ഗൗരവമില്ലാത്ത ഒരു പദമായി നമ്മൾ കാണേണ്ട ഒന്നല്ല. പ്രാർത്ഥനയെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെട്ട ഏത് ഗ്രന്ഥങ്ങൾ എടുത്താലും അതിൻ്റെ ഓരോ തലങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യമായ ഗ്രന്ഥമാണല്ലോ ഇമാം അൽ ബുഖാരി റഹിമഹുള്ളയുടെ സ്വഹീഹുൽ ബുഖാരി. ആ ബുഖാരിയിൽ ഓരോ അധ്യായങ്ങളും പ്രധാനപ്പെട്ടതാണ്. വളരെ ശ്രദ്ധേയമായ 3 അധ്യായങ്ങളിൽ ഒന്ന് കിതാബുദ് ദഅവാത്ത്, പ്രാർത്ഥനകളെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്. അതുപോലെ കിതാബു തൗഹീദ്, തൗഹീദ് പഠിപ്പിക്കാൻ ഒരു അധ്യായം. കിതാബുൽ ഈമാൻ, ഈമാൻ പഠിപ്പിക്കാൻ ഒരു അധ്യായം. കിതാബുൽ ഇഅ്തിസാം ബിൽ കിതാബി വസുന്ന, ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കാൻ ഒരു അധ്യായം. പ്രാർത്ഥന എന്ന അധ്യായത്തിൽ അതിൻ്റെ ആരംഭം സൂറത്ത് ഗാഫിറിലെ ആയത്തുകൊണ്ടാണ്. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി, എന്നോട് പ്രാർത്ഥിക്കണം, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, എനിക്കുള്ള ആരാധനയെ തൊട്ട് അഹങ്കാരത്തോടെ, പുച്ഛ മനോഭാവത്തോടെ ആരാണോ പിറകോട്ട് പോകുന്നത്, പിന്തിരിയുന്നത്, അവർക്ക് നരകാഗ്നിയാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. ഈ ആയത്ത് വെച്ചുകൊണ്ടാണ് ഇമാം അൽ ബുഖാരി റഹിമഹുള്ള കിതാബു ദഅവാത്ത് തുടങ്ങിയത്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള അവിടെ ദഅവാത്ത് എന്ന ബഹുവചന രൂപത്തെ പ്രത്യേകമായി ചർച്ചക്കെടുത്തു. പ്രാർത്ഥന എന്ന പദത്തിൻ്റെ ഓരോ അർത്ഥങ്ങളെയും കൊണ്ടുവന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട അർത്ഥം അത് വിശുദ്ധ ഖുർആൻ ഊന്നി പറഞ്ഞ അർത്ഥമാണ്. എന്തുകൊണ്ട്? പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം എന്ന ആയത്ത് വെച്ചുകൊണ്ടാണ് ഇമാം അൽ ബുഖാരി റഹിമഹുള്ള ആ അധ്യായം തുടങ്ങിയത്. അതുകൊണ്ട് ആ ചർച്ചയുടെ മർമ്മം ആരാധനയാകുന്ന ഇബാദത്തിനെ കുറിച്ചാണ്. കേവല വിളിയാകുന്ന ഒരു ദഅവത്തല്ല. കേവല വിളിയായിരുന്നുവെങ്കിൽ ആ ആയത്ത് ഇമാം അൽ ബുഖാരി അവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഏതുപോലെ ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാനിതാ എൻ്റെ നാട്ടിലുള്ള എൻ്റെ ജനതയെ രാവും പകലും ഞാനിതാ വിളിച്ചുകൊണ്ടിരുന്നു. ആ വിളി ഏതാണ്? അങ്ങാടിയിലെത്തി, ഹോ ജനങ്ങളെ, ഹോ മനുഷ്യരെ, ഓ സഹോദരങ്ങളെ, ഓ കൂട്ടാളികളെ എന്ന നിലക്കുള്ള വിളിയാണ്. അപ്പോൾ ഒരു കേവലമായ ഒരു വിളിയെ പറ്റിയായിരുന്നെങ്കിൽ ഇമാം അൽ ബുഖാരി റഹിമഹുള്ള ആ ആയത്ത് അവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എന്നാലോ അതിനെ വിശദീകരിക്കവേ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള ഓരോ തലങ്ങളെയും എടുത്തു പറഞ്ഞു. അമ്പിയാക്കൾ അവർക്ക് പ്രയാസങ്ങളുണ്ടായപ്പോൾ, പരീക്ഷണങ്ങളുണ്ടായപ്പോൾ രഹസ്യമായും പരസ്യമായും വിളിച്ചത് അള്ളാഹുവിനെയാണ്. എന്തിനാണ് അള്ളാഹുവിനെ വിളിച്ചത്? അള്ളാഹുവിൽ തവക്കുലാക്കി. സർവ്വ കാര്യങ്ങൾക്കും തൗഫീഖ് നൽകുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ഇസ്തിആനത്ത് എന്ന സഹായതേട്ടവും, ഇസ്തിആസ എന്ന സഹായതേട്ടവും, ഇസ്തിആദ എന്ന അഭയതേട്ടവും, തവക്കുൽ എന്ന ബരമേൽപ്പിക്കലും അത് റബ്ബിൽ മാത്രമേ പാടുള്ളൂ. വേറെ ഒരാൾക്കും അത് വിട്ടുകൊടുക്കാൻ പാടില്ല. ഒരാളിലേക്കും അത് മാറ്റിക്കൊടുക്കാൻ പാടില്ല. മഹാനായ മൂസ നബി അലൈഹിസ്സലാം, ആ പ്രവാചകന്റെ ചരിത്രം
അഹങ്കാരിയായ ഫിർഔനുമായി അദ്ദേഹം ഏറ്റുമുട്ടിയപ്പോൾ, ആദർശപരമായ പോരാട്ടം നടത്തിയപ്പോൾ അവിടെ പ്രത്യേകം പറഞ്ഞു, വഉഫവ്വിദു അംരി ഇലല്ലാഹ്, എൻ്റെ കാര്യങ്ങൾ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവിനെയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? വാ തവക്കലു അലല്ലാഹ്, എൻ്റെ റബ്ബിൽ തവക്കുലാക്കുകയാണ്. വാസ്തഈനുഹു, എൻ്റെ ഓരോ നിമിഷങ്ങളും സഫലമായി കിട്ടാൻ, യാഥാർത്ഥ്യമായി കിട്ടാൻ എൻ്റെ റബ്ബിനോട് ഞാൻ ഇതാ സഹായം തേടുകയാണ്. ഈ കാര്യമാണ് സൂറത്തുൽ ഫാത്തിഹയിലൂടെ നാം ആവർത്തിക്കുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നോട് മാത്രം, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ്. സഹോദരങ്ങളെ, ഇബാദത്താകുന്ന പ്രാർത്ഥനയും ഇബാദത്താകുന്ന തവക്കുലും ഇബാദത്താകുന്ന ഇസ്തിആനത്തും ഇബാദത്താകുന്ന ഇസ്തിഗാസയും ഇബാദത്താകുന്ന ഇസ്തിആദയും ഇബാദത്താകുന്ന സർവ്വ കാര്യങ്ങളും അത് റബ്ബിന് മാത്രമേ നൽകൂ എന്ന ആവർത്തിച്ചുള്ള പ്രഖ്യാപനം ഇന്നും വിശുദ്ധ ഖുർആനിൽ നിലനിൽക്കുകയാണ്. ഏതാണ് ആ പ്രഖ്യാപനം? ലോകത്ത് അമ്പിയാക്കൾ നടത്തിയതാണ്. ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിടപ്പറയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ മഹത്വം നോക്കൂ നിങ്ങൾ. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക, അല്ലാഹുവേ, എൻ്റെ നഫ്സിനെ ഞാനിതാ നിനക്ക് കീഴ്പ്പെടുത്തിയിരിക്കുന്ന നാഥാ. അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകത്തിൻ്റെ റബ്ബിന് വേണ്ടി ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിറവേറ്റിയത് ചരിത്രത്തിൽ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം മുഴുവനായും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഓരോ ചലനവും അത് റബ്ബിന് വേണ്ടിയാണ്. പിന്നെയോ വവജ്ജഹ്തു വജ്ഹി ഇലൈക, എൻ്റെ മുഖത്തെ നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു നാഥാ. കൊത്തിയുണ്ടാക്കപ്പെട്ട ഒരു വസ്തുവിലേക്കല്ല, ഒരു മരത്തിലേക്കല്ല, മണ്ണ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു വസ്തുവിലേക്കല്ല, തേച്ചു മിനുക്കി അലങ്കരിക്കപ്പെട്ട ജാറങ്ങളിലേക്കല്ല, മക്ബറകളിലേക്കല്ല, മനുഷ്യനിർമ്മിത വ്യാജ കേന്ദ്രങ്ങളിലേക്കല്ല, ആത്മീയ തട്ടിപ്പ് സരസുകൾ ചാനലുകളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ രാവും പകലും മാറി മാറി വരുമ്പോൾ അത്തരം ചാനലുകൾക്ക് മുമ്പിലേക്കല്ല, അത്തരം സംവിധാനങ്ങൾക്ക് മുമ്പിലേക്കല്ല, റബ്ബേ, നിന്നിലേക്ക് ഞാനിതാ എൻ്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു. വഫവ്വൽതു അംരി ഇലൈക, എൻ്റെ കാര്യത്തെ നാഥ ഞാനിതാ നിന്നിൽ തവക്കുലാക്കിയിരിക്കുന്നു. വൽജഅ്തു ദുഹരി ഇലൈക, എന്നെ മുഴുവനായും നാഥ നിനക്ക് നൽകിയിരിക്കുന്നു. റഗ്ബതൻ വറഹബതൻ ഇലൈക, ആശയുണ്ട്, പേടിയുണ്ട്. സ്വർഗം കിട്ടണമെന്ന കൊതിയോടെയാണ്, നരകത്തിൽ കടക്കരുത് എന്ന പേടിയോടെയാണ്. നാദാ ലാ മൻജ വലാ മൽജ മിൻക ഇല്ലാ ഇലൈക, നീയല്ലാതെ എനിക്ക് രക്ഷയില്ല, എനിക്ക് അഭയമില്ല. ഇതൊരു വിശ്വാസി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയാണ്. നേരത്തെ ഇവിടെ ഓതിക്കേൾപ്പിക്കപ്പെട്ട ആയത്തുണ്ടല്ലോ, കുൽ പ്രവാചകരെ പറയുക, എന്താണ് പറയേണ്ടത്? ഇന്നമാ അദ്ഉ റബ്ബി, എൻ്റെ റബ്ബിനോട് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുക. പല ആളുകളും സംശയം ഉയർത്താറുണ്ട്, മാത്രം എന്ന് എവിടെ നിന്ന് കിട്ടി? മാത്രമെന്ന് എങ്ങനെ വന്നു? ഇന്നമാ എന്ന അറബി ഭാഷയുടെ അർത്ഥം എന്താണ്? പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? അത് ഹസ്റിന് വേണ്ടിയാണ്. ആരിലേക്കാണോ പ്രാർത്ഥന ഉയരേണ്ടത് അവന് മാത്രം അവകാശപ്പെട്ടതാണ്. അഷ്റഫുൽ ഖൽഖിന് പോലും അവകാശപ്പെട്ടതല്ല. അഷ്റഫുൽ ഖൽഖ് പറയുന്നു, എൻ്റെ പ്രാർത്ഥന എൻ്റെ റബ്ബിനോടാണ്. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? അവിടെയും ഒരു മറുപടി ഉണ്ട്. എന്താ മറുപടി? ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ സഹായം തേടുന്നു, ഞങ്ങൾ ആരാധന നടത്തുന്നില്ല. യാ ശൈഖന, യാ വലിയന, യാ നബിയന, യാ സയ്യിദന, യാ മൗലാന, യാ സ്വാലിഹന, യാ ഉസ്താദന എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ ആരും പ്രാർത്ഥിക്കുന്നില്ല, ആരാധന നടത്തുന്നില്ല. അതൊരു വിളിയാണ്, ഒരു സഹായതേട്ടമാണ്. എന്നാൽ എന്താ ഇതിന്റെ അർത്ഥം? ഇന്നമാ അദൂ റബ്ബി എന്ന ആയത്തിന്റെ അർത്ഥം എന്താണ്? ഇന്നമാ അഅ്ബുദു റബ്ബി എന്നാണ്. ഇന്നമാ അഅ്ബുദു റബ്ബി, ഒരു സംശയവും വേണ്ട, അർത്ഥശങ്കക്കിടയില്ലാതെ എൻ്റെ റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ റബ്ബിനെ ആരാധിക്കുന്നു എന്നാണ്. അഅ്ബുദു റബ്ബി, എൻ്റെ റബ്ബിനെ ആരാധിക്കുന്നു. വഹ്ദഹു, ഏകനാക്കി, ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല. വാസ്തജീറു ബിഹി, സാധാരണക്കാരെ ചിന്തിച്ചോളിയും, വാസ്തജീറു ബിഹി, അഭയം തേടേണ്ടത് അല്ലാഹുവിലേക്കാണ്, അല്ലാഹുവിലേക്കാണ്. മറ്റൊന്നും ശാശ്വതമല്ല. ഒരു കാറ്റിളകിയാൽ
ഒരു കത്തലുണ്ടായാൽ, വെള്ളപ്പൊക്കമുണ്ടായാൽ, മണ്ണിടിച്ചിലുണ്ടായാൽ ജാറങ്ങൾ തീരുമാനമാകും. അതാണല്ലോ വെള്ളപ്പൊക്കമുണ്ടായപ്പോ മമ്പുറം ജാറം വെള്ളത്തിലായി, പല ജാറങ്ങളും പൂട്ടിയിടപ്പെട്ടു. എന്തേ? മരണശേഷം ശക്തി കൂടുമെങ്കിൽ എന്തേ ആ വെള്ളത്തെ തടുക്കാൻ കഴിഞ്ഞില്ല? അവർക്ക് സ്വയം രക്ഷപ്രാപിക്കാനായില്ല. സങ്കടങ്ങളും ആവലാദികളും പ്രയാസങ്ങളും ബോധിപ്പിക്കാൻ യാത്രാമാർഗേണ വരുന്നവരെ സ്വീകരിക്കാൻ എന്തുകൊണ്ട് ജാറങ്ങൾക്ക് സാധിച്ചില്ല? മറവ് ചെയ്യപ്പെട്ടവർക്ക് സാധിച്ചില്ല? അതൊരു വലിയ തെളിവാണ്. മരണശേഷമെന്നല്ല, ജീവിത കാലഘട്ടത്തിലും റബ്ബിൽ നിന്ന് കിട്ടേണ്ട ഒന്ന് തരാൻ ലോകത്തൊരു ശക്തിക്ക്, ഒരു സൃഷ്ടിക്ക് സാധ്യമല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, വാ തവക്കലു അലൈഹി, തവക്കുലാക്കേണ്ടത് റബ്ബിലാണ്, മറ്റൊന്നിലുമല്ല. ഇതാണ് ആ ആയത്തിന്റെ അർത്ഥമെന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാലോ ഇന്നും മായ്ക്കപ്പെടാതെ ഒരു ഫത്വ ഇപ്പോഴും സമൂഹത്തിൽ ലയിച്ചു കിടക്കുകയാണ്. എന്താണ് ആ ഫത്വ? ഒരു പ്രമേയമാണ്, 8ാം പ്രമേയമാണ്, ഒരു സമ്മേളനത്തിൽ പാസാക്കപ്പെട്ട പ്രമേയമാണ്. ആ പ്രമേയം ഇന്നും ആവർത്തിക്കപ്പെടുന്നു. നോക്കൂ നിങ്ങൾ അതിന്റെ ആദ്യ വരികൾ. മരിച്ചുപോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവരുടെ ദാത്ത്, ജാഹ്, ഹക്ക്, ബറക്കത്ത് എന്നിവ കൊണ്ടുള്ള തവസ്സുൽ ഹറാമായ പുതിയ രൂപത്തിലുള്ള ഒരു ഏർപ്പാടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം, അവിടുന്നിന്റെ സ്ഥാനം, അവിടുന്നിന്റെ ആദരവ്, അത് മുന്നിൽ വെച്ചുകൊണ്ട് നാഥാ നിന്നോട് ഞാൻ തേടുന്നു എന്ന് ഒരു അരവരി കൊണ്ട് പോലും, ഒരക്ഷരം കൊണ്ട് പോലും വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പിന്നെയല്ലേ മമ്പുറന്നങ്ങൾ, പിന്നെയല്ലേ പുത്തമ്പള്ളി ജാറത്തിലെ ഔലിയ, പിന്നെയല്ലേ CM മടവൂർ. ആരുമില്ല സഹോദരങ്ങളെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇല്ലാത്തൊരു സ്ഥാനം ഈ ലോകത്ത് ആർക്കും കിട്ടൂല, ആർക്കും കിട്ടൂല. 4 ഖുലഫാഇനില്ലാത്ത ഒന്ന് ആർക്കും കിട്ടൂല. തീർന്നില്ല. നേരിട്ട് വിളിക്കൽ. എന്താ പച്ച മലയാളത്തിൽ നേരിട്ട് വിളിക്കൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആർക്കും തിരിയില്ലേ? യാ നബിയന, യാ റസൂലന, യാ ജീലാനി, യാ CM മടവൂർ. അതാ നേരിട്ട് വിളിക്കൽ. ഒരു മറയില്ല, ഒന്നുമില്ല. നേരിട്ട് വിളിക്കൽ, അവരോട് സഹായത്തിനപേക്ഷിക്കൽ, വിപൽഘട്ടങ്ങളിൽ അവരെ വിളിച്ചുകൊണ്ട് സഹായം തേടൽ. ഇതൊരു പ്രമേയമാണ്. ചില്ലറ കാര്യമല്ല, നിസാര വിഷയമല്ല, ഒരങ്ങാടി തർക്കമല്ല, ഒരു കുടുംബ വഴക്കല്ല, രാഷ്ട്രീയ പ്രശ്നമല്ല. പരലോകത്ത് സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്ന ഒന്നാമത്തെ കാര്യമാണ് വിശ്വാസം. അത് കറകളഞ്ഞതാകണം, റബ്ബിന് മാത്രം കൊടുത്തതാകണം, വേറൊരാൾ കൊടുക്കാൻ പാടില്ല. തീർന്നില്ല. ഇത് ഷറഫൽ അനാം എന്ന് പറയുന്ന മൗലിദ് കിതാബിന് ഒരു ഉസ്താദ് എഴുതിയ വിശദീകരണമാണ്. ഇതിലെന്താ പറയുന്നറിയോ? വിപൽഘട്ടങ്ങളിൽ ഇസ്തിഗാസ മരണപ്പെട്ടവരോട് നടത്തിയില്ലെങ്കിൽ ഫഹുവ മിൻ ഉലമാഇൽ മുനാഫിഖീന വസ്സന്ദീഖീന, അവൻ കപടന്മാരുടെയും അഗ്നിയാരാധകരുടെയും നേതാക്കളിൽ പെട്ടവനാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാ ഇബ്രാഹിം, യാ ഇസ്മായിൽ, യാ സുലൈമാൻ അലൈഹിമുസ്സലാം, യാ മൂസ, യാ ഈസ, യാ ഹാറൂൻ അലൈഹിമുസ്സലാം, യാ ഖദീജ. വിളിച്ചോ? ആരെയെങ്കിലും വിളിച്ചോ? റളിയല്ലാഹു അൻഹ വിളിച്ചോ? ഇല്ല. മറിച്ച് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലി ശൈനി കുല്ലഹു ഫലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. എന്നെന്നും ജീവിച്ചിരിക്കുന്ന, സർവ്വം നിയന്ത്രിക്കുന്ന നാഥ, ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന സമയത്തേക്ക് പോലും എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുതേ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ, വിളംബരം ചെയ്ത മഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് പറയാ മിൻ ഉലമാഇ സിന്ദീഖീന. പറയൂ, ചോദിക്കൂ സഹോദരങ്ങളെ, ഇതെവിടെയാണ് തറക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, സ്വഹാബത്ത്, താബിഈങ്ങൾ എല്ലാവരും പ്രതികളല്ലേ? മരിച്ചവരെ വിളിച്ചില്ല, വിപൽഘട്ടങ്ങളിൽ മരിച്ചവരോട് തേടിയില്ല. അവരൊക്കെ സിന്ദീഖീങ്ങളിലും മുനാഫിഖീങ്ങളിലും പെട്ടവരാണെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഒരിക്കലുമില്ല. പിന്നെയോ ഒറ്റ വിളി, ആത്മാർത്ഥമായി ആരെ വിളിക്കണം എന്നാണ്? അള്ളാനെ വിളിക്കണം എന്നല്ല. വളരെ സങ്കടത്തോടെ, വേദനയോടെ ഒരു ഉസ്താദിന്റെ പ്രസംഗം നിങ്ങൾ കേൾക്കുക. നമ്മൾ വിചാരിക്കണ ആളല്ല മൊയ്തീൻ ശൈഖ് മോനെ, കളിക്കേണ്ട കളിയല്ല കേട്ടോ. വിളിച്ച വിളിപ്പുറത്താ. വിളിക്കണ്ടോ? വിളിച്ച 1000 വട്ടമൊന്നും വിളിക്കണ്ട, ഒരേറ്റ വട്ടം വിളിച്ചാൽ മതി.
അല്ലെങ്കിൽ അഗസിനി, ഒറ്റ വിളി കണ്ട് വിളിച്ചാൽ വിളിപ്പുറത്ത് കിട്ടും ഉത്തരം, ജവാബ്. അത് അള്ളാഹ് അവർക്ക് കൊടുത്ത കഴിവാണ്. വിളിച്ചാ വിളിപ്പുറത്താ. വിളിക്കണ്ടോ വിളിച്ച 1000 വട്ടമൊന്നും വിളിക്കണ്ട, ഒരേറ്റ വട്ടം വിളിച്ചാൽ മതി. യാ ഗൗസ് മുഹിയുദ്ദീൻ അഗസിനാ. കേട്ടല്ലോ, യാ ഗൗസ് മുഹിയുദ്ദീൻ അഗസിനാ. ആരായത്? ബാഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ്. ആ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കണ്ടവൻ വിളിക്കണ്ട പോലെ ഒറ്റ വിളി വിളിച്ചാൽ പ്രശ്നം പരിഹൃതമായി. ഉണ്ടോ സഹോദരങ്ങളെ? ഉണ്ടോ? ഇങ്ങനെ ഒരു അർഹത, ഒരു സ്ഥാനം ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ കരളിന്റെ കഷ്ണം, മറ്റെന്തിനേക്കാളും നമുക്ക് പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയില്ലേ, എന്നെ വിളിച്ചോളൂ എന്ന്? വിളിച്ചോ സഹോദരങ്ങളെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനമുരുകി തേടിയില്ലേ? കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചില്ലേ? എന്തിനു വേണ്ടിയായിരുന്നു? ആർക്ക് വേണ്ടിയായിരുന്നു? എന്ത് പഠിപ്പിക്കാനായിരുന്നു? മരിച്ചവരെ വിളിക്കാനാണോ? അല്ല. ഇനിയോ, വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനം സാധാരണക്കാരെ, ഉപ്പമാരെ, ഉമ്മമാരെ പഠിച്ചു വെക്കൂ. അൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന ദൃഢമനസ്സോടെ, ഉറച്ച മനസ്സോടെ ഒറ്റ വിളി മതി. യാ അല്ലാഹ്, യാ റബ്ബനാ, യാ റഹ്മാനേ, യാ റഹീമേ, യാ വദൂദേ, യാ ഗഫാറേ, യാ ഗാഫിറേ, യാ തവ്വാബേ. ഒറ്റ വിളി മതി, ഒറ്റ വിളി മതി. നിഷിദ്ധങ്ങൾ കലരാത്ത, ഹറാമുകൾ ജീവിതത്തിൽ വന്നിട്ടില്ലാത്ത, ശിർക്കില്ലാത്ത ഒരു വിളിയാണോ? അല്ലാഹ് ഉത്തരം തരും. ഇത് ഖുർആന നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാലോ ഈ ഖുതുബിയ്യത്തിന്റെ വരികൾ ഇതോരോന്നും വായിക്കേണ്ടതാണ്. പക്ഷേ ഖുതുബിയ്യത്തിന്റെ വരികളിൽ നോക്കൂ നിങ്ങൾ. വമയ്യുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സുർമൻ ലിഅഫ്വതിഹി. ഒരു ഭാഗത്ത് മാറിയിരുന്ന് 1000 തവണ യാ ശൈഖ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കാൻ പഠിപ്പിക്കുന്ന ഖുതുബിയ്യത്ത്, ഇത് പള്ളികളിൽ പാരായണം ചെയ്യപ്പെടുന്നു, ഇത് പള്ളികളിൽ വായിക്കപ്പെടുന്നു, പിഞ്ചുമക്കളെ കൊണ്ട് മദ്രസകളിൽ വായിപ്പിക്കപ്പെടുന്നു. അള്ളാന്റെ പള്ളികൾ എന്തിനുള്ളതാ? അള്ളാനെ വിളിക്കാനുള്ളതാണ്, അള്ളാനെ വിളിക്കാനുള്ളതാണ്. പിന്നെയോ അജബതുഹു മുസ്രിഅൻ ലിഅജ്ലി ദഅവതിഹി ഫല്യദഉ യാ അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീനി. എന്നാ ഖുർആൻ പറയുന്നതോ ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വഖുഫിയാ. അള്ളാനെ വിളിച്ചോളിം, വിനയത്തോടെ, അടക്കത്തോടെ, സമാധാനത്തോടെ വിളിച്ചോളിം. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അതിര് വിടുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. ആലോചിക്കണം. ഷെയ്ഖ് ജീലാനി ഇങ്ങനെ ആശയം പഠിപ്പിച്ചിട്ടില്ല. അദ്ദേഹം ഈ നിലക്കുള്ള വാദഗതികൾ സമൂഹത്തിൽ പകർന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ പേരിൽ പിൽക്കാലത്ത് എഴുതപ്പെട്ടതാണ്. പിന്നെയോ അഹ്ലുൽ ബദർ ശുഹദാക്കളെ കുറിച്ച് അവരുടെ ചരിത്രം നമുക്കറിയാം. ആ ബദർ ശുഹദാക്കൾ അള്ളാഹുവിൽ തവക്കുലാക്കി പ്രാർത്ഥിച്ചു പോയവരാണ്. എത്ര കാര്യം ഖുർആൻ പഠിപ്പിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകൾ പഠിപ്പിച്ചു. എന്നാലോ ഏത് ഘട്ടത്തിലും ഏതേത് പ്രശ്നങ്ങളായിരുന്നാലും ശരി, ഐഹികമാകട്ടെ പാരത്രികമാകട്ടെ, ബദരീങ്ങളെ വിളിച്ച് സഹായം തേടിയാൽ തീർച്ചയായും സഹായം ലഭിക്കപ്പെടും. ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിന് മതിയായ രേഖകൾ പ്രസ്പഷ്ടമായിരിക്കെ അത് ശിർക്കാണെന്ന് പറയുന്നവരുടെ തലക്കാണ് വട്ട്. ആലോചിക്കണം. അള്ളാഹുവിന്റെ കലാമിൽ ബദരീങ്ങൾ ആരോട് പ്രാർത്ഥിച്ചു? ചോദിക്കണം. അള്ളാന്റെ കലാമ് വട്ടനാശയം പഠിപ്പിച്ച കലാമാണോ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ രാത്രിയിൽ അല്ലാഹുമ്മ എന്ന് വിളിച്ചുകൊണ്ട് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വട്ടനാശയം പഠിപ്പിച്ചോ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇല്ല സഹോദരങ്ങളെ. ആ ബദരീങ്ങൾ ആരിൽ തവക്കുലാക്കി? അവരാരോട് പ്രാർത്ഥിച്ചു? അപ്പോ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് പറഞ്ഞാൽ അത് ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥന മരിച്ചവരോട് അനുവദനീയമാണ് എന്ന് ഫത്വ കൊടുക്കുന്നു. ഇതിനെയാണ് പ്രാമാണികമായി ചോദ്യം ചെയ്യുന്നത്. മഹാരഥന്മാരുടെ ആസാറുകൾ എന്ന് പറഞ്ഞ് പലതും ഇതിൻ്റെ കാര്യലാഭത്തിനു വേണ്ടി, ഇതിവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നു. ആ ആസാറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകൾ, അവിടുന്നിൻ്റെ ശരീരം, അവിടുന്നിൻ്റെ വിയർപ്പ്, അവിടുന്നിൻ്റെ മുടി, അവിടുന്ന് വുളു എടുത്ത വെള്ളം, അതെല്ലാം ബറക്കത്താക്കപ്പെട്ടതാണ്. ആർക്കും സംശയമില്ല. അവിടുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോരിശയുണ്ട്. അതാരാ സഹോദരങ്ങളെ കണക്കാക്കിയത്? സ്വഹാബത്ത് ആരെങ്കിലുമാണോ? നമ്മുടെ ഉമ്മമാരിൽ ആരെങ്കിലുമാണോ? മലക്കുകൾ ആരെങ്കിലുമാണോ? അല്ല, റബ്ബിന്റെ തീരുമാനമാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് കണക്കാക്കാൻ പല കാര്യങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മുടെ ആഹാരം നമുക്ക് അല്ലാഹു ബറക്കത്തായി തന്നതാണ്. നമ്മുടെ സമയം നമുക്ക് ബറക്കത്തായി തന്നതാണ്. പ്രാർത്ഥനകൾ ബറക്കത്തായി തന്നതാണ്. ബിസ്മില്ലാ എന്ന് പറയൽ ബറക്കത്ത് കിട്ടാൻ കാരണമാണ്. എന്തൊക്കെയുണ്ട്? എന്നാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകൾ സ്വഹാബത്തിന് ശേഷം അത് സ്വഹാബത്തിന് ലഭിച്ച പോലെ ലഭിച്ചതായി, സ്വഹാബത്ത് കൈമാറിയതായി ചരിത്രം നമുക്ക് കാണാൻ കഴിയില്ല. സ്വഹാബത്താരും ഇന്ന് കാണുന്ന രൂപത്തിൽ മുടിക്കച്ചവടം, വെള്ളക്കച്ചവടം, വസ്ത്രക്കച്ചവടം, ചെരുപ്പ് കച്ചവടം, വിയർപ്പ് കച്ചവടം, ഉമിനീര് കച്ചവടം, വടിക്കച്ചവടം, മണ്ണ് കച്ചവടം നടത്തിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ച മിമ്പർ കച്ചവട വസ്തുവാക്കിയിട്ടില്ല. അവിടുന്ന് ചവിട്ടിയ ഭാഗം ആ മണ്ണ് വാരിയെടുത്തുകൊണ്ട് കച്ചവട വസ്തുവാക്കിയിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രം രാവിലും പകലിലും ഇരുട്ടത്തും വെളിച്ചത്തും പരതിയാൽ കിട്ടുകയില്ല. അപ്പൊ എന്താണെന്നറിയോ? സ്വഹാബത്ത് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പത്നി, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഅർ കിട്ടിയിട്ടുണ്ട്, മുടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവരിലൂടെ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക്, പലരും വാദിക്കുന്ന രൂപത്തിലേക്ക്, ജൽപ്പിക്കുന്ന രൂപത്തിലേക്ക് മുടി കിട്ടിയ ഒരു ചരിത്രം വബില്ലാഹി തൗഫീഖ് ഇതുവരെ കാണിക്കാൻ സാധ്യമായിട്ടില്ല. പല ജാറങ്ങളിലും പഴയ ചെരുപ്പുകൾ ചില്ലിട്ട് വെച്ചിട്ടുണ്ട്, പഴയ കുപ്പായങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്, പല നാരുകളും അവിടെ കുളത്തി വെച്ചിട്ടുണ്ട്, പല വടികളും വള്ളികളുമുണ്ട്. അതെന്താണെന്നറിയോ? ആ ജാറത്തിൽ മറവ് ചെയ്യപ്പെട്ട വ്യക്തി ഉപയോഗിച്ചതാണത്രേ. അതെടുത്ത് കത്തിച്ചു കളയുക അല്ലെങ്കിൽ മാറ്റിവെക്കുക എന്നല്ലാതെ സമൂഹത്തെ ചൂഷണം ചെയ്യാൻ ഉപാധികളായി, കാരണങ്ങളായി അത് ഉപയോഗിക്കാൻ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ കലാം അത് പച്ചയായി നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ആ ഖുർആൻ പോലും ഒരു ബറക്കത്ത് കച്ചവട വസ്തുവാക്കാൻ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എന്നാലോ ഖുർആൻ ഓതി നിങ്ങൾ ബറക്കത്തെടുക്കണം, അത് മുബാറക്കാണ്, അനുഗ്രഹങ്ങൾ നിറഞ്ഞതാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷ കാലഘട്ടത്തിലെ ജീവിതം അത് ബറക്കത്താക്കപ്പെട്ട ജീവിതമാണ്. പക്ഷേ ആ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ചരിത്രം, ഏതെങ്കിലും ഒരു ഹദീസ്, ഏതെങ്കിലും ഒരു നിമിഷം അത് അടർത്തിയെടുത്ത് ഒരു വിൽപ്പന ചരക്കാക്കാൻ, ഒരു വാണിജ്യ വസ്തുവാക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. എന്നാലോ ആ ഹദീസുകൾ പഠിപ്പിച്ചു കൊടുത്ത് ജനങ്ങൾക്ക് പുണ്യം നേടാനുള്ള മാർഗത്തിലേക്ക് അവരെ എത്തിക്കുക എന്നത് വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനമാണ്. ലോകത്ത് 4 മദ്ഹബിന്റെ ഇമാമുകൾ, എന്തേ സഹോദരങ്ങളെ, ഒരു എളിയ ഒരു ചെറിയ ചോദ്യം, ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മുടെ മനസ്സിലേക്കൊന്ന് കിട്ടണം. എന്താണ്? 4 അറിയപ്പെട്ട ഇമാമുമാർ, ആ ഇമാമുമാർ ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ കണ്ടവരല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ഒപ്പിയെടുക്കാൻ ആഗ്രഹിച്ചവരല്ലേ? എന്തേ അവരിൽ ഒരാൾ പോലും ഒരു മുടിയുടെ അരക്കഷ്ണം, ഒരു കാൽ കഷ്ണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചു എന്ന് പറയാത്തത്? അറിയപ്പെട്ട 4 ഹദീസിന്റെ പണ്ഡിതന്മാർ, അവരെ എടുക്കുക, അവരുടെ ഗ്രന്ഥങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകളുമായി, ശേഷിപ്പുകളുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഇന്നും പച്ചയായി കിടക്കുകയാണ്, മായ്ക്കപ്പെട്ടിട്ടില്ല. ആർക്കും അതിനെ ഇല്ലാതെയാക്കാൻ സാധിക്കുകയില്ല. പക്ഷേ അവരിൽ ഒരാൾ പോലും ഇതാ എനിക്കൊരു ഷഅർ കിട്ടി, എനിക്കൊരു നഹല് കിട്ടി, എനിക്ക് തുറാബ് കിട്ടി, എനിക്ക് അസ കിട്ടി, എനിക്ക് ലിബാസ് കിട്ടി എന്ന രൂപത്തിൽ അവരാരും എന്തുകൊണ്ട് പറഞ്ഞില്ല? അതുകൊണ്ട് ഈ നിലക്കുള്ള കാര്യങ്ങൾ സഹോദരങ്ങളെ, ഇസ്ലാം പഠിപ്പിച്ചതിനെ മറയാക്കിയുള്ള പച്ചയായ തട്ടിപ്പുകളും ചൂഷണങ്ങളും മാത്രമാണ്. ഏതുപോലെ സ്വലാത്തിനെ തട്ടിപ്പാക്കി മാറ്റുന്നു, ദിക്റിനെ തട്ടിപ്പാക്കി മാറ്റുന്നു, അതുപോലെ ഓരോ കാര്യങ്ങളെയും തട്ടിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നല്ലാതെ ആസാർ എന്ന ഒരു പദം, ഷഅർ എന്ന ഒരു പദം അത് മാത്രം എടുത്തു കാണിച്ച് ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷിപ്പുകളാണ് എന്ന നിലക്ക് അവതരിപ്പിക്കുമ്പോൾ നാം ആരും അതിൽ വഞ്ചിതരാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവകാശപ്പെട്ടത് അവന് മാത്രം കൊടുക്കണം, അത് മറ്റൊരാൾ കൊടുക്കാൻ പാടില്ല. പക്ഷേ സമൂഹം പഠിപ്പിക്കപ്പെടുന്നു, എല്ലാം നമ്മൾ ചോദിക്കേണ്ടത്, എല്ലാം നമ്മൾ കൊതിക്കേണ്ടത് ആരിൽ നിന്നാണ്? ഒരു ഉസ്താദ് പറയുന്നത് കേട്ടോളി,
പാപികളായ ആഖിറുസ്സമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ശൈഖുനയാണ്, ആഖിറവും നൽകാൻ സാധിക്കുന്നവർ ശൈഖുന തന്നെ. നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടല്ലോ സഹോദരങ്ങളെ, എത്ര വിഷമത്തോടെ നമ്മൾ കേൾക്കേണ്ട കാര്യമാണ്. ഈ അങ്ങാടിയിൽ ഈ സംസാരത്തെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആലോചിക്കുക. സൂറത്തു ബഖറയിലെ ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായി പ്രാർത്ഥിച്ചു എന്ന് അനസ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് മനപ്പാടമില്ലേ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിലെ ഹസനത്തും ആഖിറത്തിലെ ഹസനത്തും ഞങ്ങൾക്ക് നൽകുനാഥാ. ആരെ വിളിച്ചാണ്? റബ്ബന എന്ന് വിളിച്ചാണ്. ആലോചിക്കണം, എത്രയെത്ര പ്രാർത്ഥനകളാണ്. എന്നാൽ നമുക്ക് ദുനിയാവും ആഖിറവും തരുന്നത് CM മടവൂരിൽ മറവ് ചെയ്യപ്പെട്ട CM ആണ് എന്ന നിലക്ക് ജനങ്ങളെ പഠിപ്പിക്കുന്നു. അപ്പൊ എന്താ ഇതിന്റെ കാരണം? CM മടവൂരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കഴിവുകളും നൽകപ്പെട്ടിട്ടുണ്ട്. എത്രത്തോളം എന്നറിയോ? മുറാദി മുറാദി, എൻ്റെ മുറാദാരാണ്, എൻ്റെ ലക്ഷ്യമാരാണ്, അത് CM ആണ്. ആ നിലക്ക് വരെ പാട്ടുകളുണ്ട്. അതുകൊണ്ട് തീർന്നില്ല. പിന്നെ നോക്കൂ നിങ്ങൾ, നർജൂക സക്കി നുഫൂസനാ മിൻ ദായിഹാ ഫൽആന ഹയ്യുൻ അൻത ഖുതുബൽ ആലമീൻ. മനസ്സുകളെ സംസ്കരിക്കണം, വിശുദ്ധമാക്കണം. അങ്ങാരാണ്? ഫൽആന ഹയ്യുൻ, ഇന്നും ജീവിച്ചിരിക്കുന്നവരാണ്. ആലോചിക്കണം, ലാ മൗത ലിൽ അഖ്താബി ഇന്നാ മമാതഹും അഖ്വാ ഹയാത്തിൻ തമ്മ ഖുതുബൽ ആലമീൻ. നിങ്ങൾക്ക് മരണമില്ല, മരണശേഷവും നിങ്ങൾ ഏറ്റവും നല്ല ശക്തിയിലാണ്. ഖുതുബുൽ ആലമേ ഇങ്ങനെയാണ്. അഹ്യൈത മൈതൻ ബിൽ കറാമത്തി മുഅലിന നർജു ഹയാത്തൽ ഖൽബി ഖുതുബൽ ആലമീൻ. ഡോക്ടർമാർ സ്ഥിരീകരിച്ചു, പാമ്പ് കടിയേറ്റ് ഈ രോഗി മരിച്ചിട്ടുണ്ട്. ആ നിലക്കുള്ള രോഗിയെ കറാമത്ത് കൊണ്ട് നിങ്ങൾ ജീവിപ്പിച്ചു എന്ന് പച്ചയായി പാടി പറയുകയാണ്. എത്ര അപകടമുണ്ടാലോചിക്കണം. അപ്പോ അങ്ങനെയുള്ളവരിൽ നിന്ന് ദുന്യാവും ആഖിറവും കൊതിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അവസാനിപ്പിക്കണം. എന്തെന്നറിയോ? ഇതുകൂടി വായിക്കതാ, പുറപ്പെട്ടു പോക്കിന്റെ പൊരുളുകൾ ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ ഉള്ളിലെ 2 ഭാഗങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. കേട്ടോളും. ഈ പുസ്തകം ഒരു ഉസ്താദിന്റെ മരണശേഷം ജീവചരിത്രമാക്കിയ പുസ്തകമാണ്. മടവൂർ ശൈഖുമായി ഏറ്റവും ബന്ധം പുലർത്തിയിരുന്ന, അയാളുടെ സേവകനായി ഉണ്ടായിരുന്ന ഒരു ഉസ്താദാണ്. അയാള് എവിടെ പോയാലും എന്ത് പ്രയാസമുണ്ടായാലും ആരെത്ര വിളിക്കുകയെന്നറിയോ? മടവൂരിനെയാണ് വിളിക്കുക. തീർന്നില്ല. എന്നിട്ട് പറയാണ്, യാസീനും ഖത്തബുകളും ഓതി ആത്മീയമായി ബന്ധമുണ്ടാക്കാൻ കഴിയും. സൗത്ത് ആഫ്രിക്കയിൽ പോയപ്പോഴും എനിക്ക് വിഷമങ്ങൾ ഉണ്ടായപ്പോൾ അവിടുത്തെ വിളിച്ചപ്പോൾ എനിക്ക് ആവശ്യമായ സഹായം കിട്ടിയിട്ടുണ്ട്. അപ്പൊ സമീപത്തുനിന്നല്ല, അകലെ സൗത്ത് ആഫ്രിക്ക, അവിടുന്ന് വിളിച്ചപ്പോഴും സഹായം കിട്ടിയിട്ടുണ്ട്. തീർന്നില്ല. നേരത്തെ ഇവിടെ ബഹുമാനായ തായുസ്വലായി സൂചിപ്പിച്ചല്ലോ, മരിക്കുന്ന നേരത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എളുപ്പം കിട്ടണമെങ്കിൽ എന്ത് വിളിക്കണമെന്നാണ്? യാ ശൈഖ് മടവൂർ, യാ റസൂലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനത്തെ വാക്കായിരുന്നു. അതോടെ റൂഹ് നാഥനിലേക്ക് യാത്രയായി. അപ്പൊ നമ്മൾ വിചാരിക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടല്ലോ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെ ഉണ്ടായി? യാ ശൈഖ് മടവൂർ എന്ന വിളിയുടെ ഫലമാണ്. യാ ശൈഖ് മടവൂർ എന്ന് വിളിച്ചപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള തൗഫീഖ് ഉണ്ടായി. സഹോദരങ്ങളെ, ഇത് ഇസ്ലാമാണോ? ഇത് ദീനാണോ? ഒരു സ്വഹാബിയുടെ ചരിത്രം നോക്കൂ നിങ്ങൾ. മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു മരണം മുന്നിലെത്തി നിൽക്കുകയാണ്. രോഗം മൂർച്ഛിച്ചു, രോഗം കൂടി, മരണം ആസന്നമായി. അദ്ദേഹം സ്വഹാബത്തിന് കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ടല്ല, ഇന്ന അഫ്ദല മാ നുഇദ്ദു ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മൾ ഏറ്റവും അഫ്ദലായി കണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് റബ്ബിന് മാത്രം ഇബാദത്ത് കൊടുക്കണം, ആരാധന കൊടുക്കണം എന്ന ഇസ്ലാമിൻ്റെ മർമ്മമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയാകട്ടെ, തവക്കുലാകട്ടെ, സഹായതേട്ടമാകട്ടെ, നേർച്ചയാകട്ടെ, ഒന്നും തന്നെ
അല്ലാഹു അല്ലാത്ത ഒരു സൃഷ്ടിയിലേക്ക്, ഒരു കേന്ദ്രത്തിലേക്ക്, ഒരു ശക്തിയിലേക്ക് വഴിമാറ്റിവിടാൻ പാടില്ല. പ്രാർത്ഥനക്കർഹൻ ഏകശക്തി എന്നെന്നും ജീവിച്ചിരിക്കുന്ന, സർവ്വം നിയന്ത്രിക്കുന്ന, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അന്നം നൽകുന്ന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തിൻ്റെ രക്ഷിതാവായ, ആരാധ്യനായ, സട്ടാവായ ആ തമ്പുരാൻ, ആ ശക്തിയാണ്, ആ റബ്ബിന് മാത്രം അവകാശപ്പെട്ടതാണ് പ്രാർത്ഥന. അത് മായം ചേർക്കാതെ മരണം വരെ റബ്ബിന് മാത്രം കൊടുത്ത്, റബ്ബിന്റെ മുമ്പിൽ മാത്രം സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.